നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 19-ാം തീയതി, വരുന്ന മാസം 19-ാം തീയതിയാണ് വോട്ടെടുപ്പ്. നിലമ്പൂരിൽ ആരാണ് സാർ ജയിക്കുക? LDF UDF അതോ NDA അവിടെ ഒരു കറുത്ത കുതിരയാകുമോ? എന്താണ് സാർ ഈ കാര്യത്തിൽ? ഡിപ്പെൻസ്. അതായത് LDF ജയിക്കണമെങ്കിൽ, LDF ആള് ജയിക്കണമെങ്കിൽ BJP അവിടെ സ്ഥാനാർത്ഥി നിർത്താതിരിക്കണം. BJP സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാൽ LDF ജയിക്കും. BJP സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ UDF ജയിക്കും. വളരെ വ്യക്തമായിട്ട് ഉത്തരമാണ് പറയുന്നത്, അല്ല അഴകുഴമ്പൻ ഉത്തരമല്ല. ചിലപ്പോൾ ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പല്ല. ഈ ദിവസവും ഈ സമയവും കുറിച്ചിട്ടോ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുക. നിലമ്പൂർ തീരുമാനിക്കുന്നത് BJPയുടെ തീരുമാനമാണ്. 100% BJPയുടെ പക്ഷം ചേർന്നോ അതിൻ്റെ വക്താവായിട്ട് പറയുകയല്ല. അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, ഏത് സ്ഥാനാർത്ഥിയെങ്കിലും ആയിക്കോട്ടെ, അവിടെ ജയിക്കുക UDF തന്നെ ആയിരിക്കും. ഇത് BJPക്ക് കിട്ടാനുള്ള വോട്ടുകൾ പിടിച്ചെടുത്താൽ LDFിൻ്റെ പരാജയം സുനിശ്ചിതം. പിടിച്ചെടുത്തിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ ശക്തി അവർക്കുണ്ട്. അവിടെ അതിനുണ്ട്, വ്യക്തമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ മണ്ഡലത്തിലുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പക്ഷേ BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ LDF 100% അടിച്ചുകൊണ്ട് പോകും. കോൺഗ്രസിൻ്റെ ചെകിട്ടത്ത്, 2 ചെകിട്ടത്തുമേറ്റ അടിയായിരിക്കും അത്. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും UDFിൻ്റെ തെരഞ്ഞെടുപ്പിലും നൂന്നു വരാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു ശത്രുവാണ്. പക്ഷേ നിങ്ങളുടെ മിത്രങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെക്കാളും വളരെ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു അഭിപ്രായമാണിത്. നിങ്ങളുടെ കുറേ ആൾക്കാർ, നിങ്ങളുടെ കുറേ ചേവകവന്മാരാണെന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാർ വന്നിരുന്ന അഭിപ്രായങ്ങൾ, ഇത് തോറ്റെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല, നിങ്ങളുടെ പ്രസ്റ്റീജ് മത്സരമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളത് തിരിച്ചറിയുക. നിങ്ങളുടെ ഈ ഉപദേശകരുണ്ടല്ലോ, നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. അന്ധനെ വഴിതെറ്റിക്കുന്നു എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ ഈ സാരമില്ല, ജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് വന്ന് ഈസി ആയിട്ടിരുന്ന് ചാനലിൻ്റെ ആ AC സൗകര്യത്തിലിരുന്ന് പറഞ്ഞാൽ മതി. അങ്ങനല്ല കോൺഗ്രസ്. എത്രയോ പേരുടെ, പാവപ്പെട്ട ആൾക്കാരുടെ സ്റ്റേക്ക് ഉള്ളതാണിത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ച ആൾക്കാരുടെ സ്റ്റേക്കുള്ള പാർട്ടിയാണ് നിങ്ങൾ. ഒരു പാർട്ടിയും മോശമല്ല. ഒരു ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിച്ച അണികളുണ്ട്. അതിനെല്ലാം നേതാക്കന്മാർ മാത്രമല്ലല്ലോ പാർട്ടിയെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജയിക്കണമെങ്കിൽ BJPയുടെ തീരുമാനം BJPയാണ് എടുക്കേണ്ടത്. നിങ്ങൾ അടിച്ചേൽപ്പിക്കണമെന്ന് ഞാൻ പറയുകയല്ല. പക്ഷേ അവിടെ ഒരു ചോദ്യം ചോദിച്ചു. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ, താമര ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 8000 വോട്ടുകളും, BDJSന്റെ സ്ഥാനാർത്ഥി NDAക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ ഏതാണ്ട് 12000 വോട്ടുകളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കണക്കുകൾ പറയുന്നത്. 12000 ചെറിയ വ്യത്യാസം ഉണ്ടാകും. അതിൽ കൂടണമെങ്കിലേ ഉള്ളൂ, കുറയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം, അത് ആ 12000 വോട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ 15000ത്തിലേക്ക് എത്തിയേക്കാം. ആ വോട്ട് നിർണായകമാണോ? അതാണോ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? എന്താണ് അതിന് കാരണം? നമ്മുടെ രാഷ്ട്രീയ കണക്കപ്പിള്ളമാരെല്ലാം പരമ്പരാഗതമായിട്ട് കണക്കാക്കുന്ന ഒരു കണക്കാണിത്. ഈ കണക്ക് വെച്ചാണ് എല്ലാവരും കണക്ക്. ഇതിങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇത് ഇത് വിശകലനം ഇത് പാടെ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ശാസ്ത്രീയമായിട്ട് വേണം എല്ലാം. ഇപ്പം ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥ പോലും പ്രൊഫഷണലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കുട്ടിയുണ്ട്, ഇത്രയും തന്നെ ആയിരിക്കും കിട്ടുമെന്നാണ്. അപ്പം പിന്നെ രാഷ്ട്രീയ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ആ ഡാറ്റ നമുക്ക് ഇവിടെ ഉപയോഗിച്ചു അല്ല, ബേസ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, ഓരോ വർഷം കഴിയും തോറും 5% വീതം BJPക്ക് ക്രമപ്രവർത്തനമായിട്ടുള്ള വളർച്ച ചിലപ്പോൾ 7%ലേക്ക് പോകുന്നുണ്ട്, ചില മണ്ഡലങ്ങളിൽ 10%ലേക്ക് പോകുന്നുണ്ട് കേരളത്തിൽ. അതാണ് അതിൻ്റെ ശാസ്ത്രമെന്ന് പറയുന്നത്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ജനങ്ങളുടെ മനസ്സ് മാറുകയാണ്. കാറ്റ് BJPക്ക് അനുകൂലമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക എല്ലാ മണ്ഡലങ്ങളിലും. ഒറ്റയ്ക്ക് മത്സരിക്കുന്നതുകൊണ്ടാണ് BJP ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നത്. ഒരു കൂട്ടുകെട്ട് UDFനെ പോലെയോ അല്ലെങ്കിൽ LDFനെ പോലെയോ കെട്ടുറപ്പുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടായിരുന്നെങ്കിൽ, BJP NDA മുന്നണി ശക്തമായിരുന്നെങ്കിൽ കേരളം ഭരിച്ചേനെയും BJP 100 വട്ടം ഭരിച്ചേനെയും. യാതൊരു സംശയവും അത്. നമ്മൾ ആ സത്യം മറച്ചു വയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, ഒരു സംശയവുമില്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്, ഏതെങ്കിലും പത്രപ്രവർത്തകന് അത് വെല്ലുവിളിക്കാൻ പറ്റുമോ? BJP ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് ഏതാണ്ട് 15% വോട്ട് വരെ പിടിക്കുന്നത്. BDJS കൂടെ വന്നപ്പോൾ അതിപ്പോൾ 18-19% മുകളിലേക്ക് വളർന്നു. 2 മുന്നണികളിൽ 7-8 കക്ഷികളുടെ കൂട്ടുകെട്ടുണ്ടാക്കി മത്സരിക്കുകയാണ്. എന്നിട്ട് പിന്നെ BJPയുടെ അക്കൗണ്ട് ഉറക്കത്തിൽ എന്നൊക്കെ പറയും. എന്ത് പടുവിട്ടിത്തം, എന്ത് അശാസ്ത്രീയമായ വിശകലനം. നോക്കൂ, ഇവിടെ തിരിച്ചു വരാം വിഷയത്തിലേക്ക് വന്ന 43% ഹിന്ദുക്കളുണ്ട് അവിടെ ആ മണ്ഡലത്തിൽ. നമ്മൾ വിചാരിക്കും ഒരു മുസ്ലിം ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം, അങ്ങനെയൊന്നുമില്ല. നിലമ്പൂരെന്ന് പറയുന്ന
നിലമ്പൂർ കോവിലക വരുന്ന ആ ഒരു ജില്ലയിൽ 43% ഹിന്ദുക്കളുണ്ട്, 47% മുസ്ലിങ്ങളുടെ സംഖ്യ. ചെറിയൊരു വ്യത്യാസം വരുമ്പോഴേ നമ്മളതിനെ ഒരു മുസ്ലിം ജില്ല എന്ന് പറഞ്ഞ് അങ്ങ് മുദ്രയടിച്ചിരിക്കുക. അവിടെ ഹിന്ദുക്കളേ ഇല്ലെന്ന് തോന്നും പറയുന്നത് കേട്ടാലും വിശകലനങ്ങളിലും കേട്ടാൽ. ഇനി ഇതുകൂടാതെ ഏകദേശം 14% ക്രിസ്ത്യാനികളുണ്ട്. നോക്കൂ, ഈ പറഞ്ഞ് പൂർത്തിയാക്കി. ഈ 14% ക്രിസ്ത്യാനികളുടെ ആഭിമുഖ്യം ഇപ്പോൾ BJPയോട് ആയി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായി എന്നല്ല ഞാൻ പറയുന്നത്. അവർക്കുള്ള വെറുപ്പ് ആദ്യം മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇപ്പോഴും അവർക്ക് അതിനേക്കാൾ വെറുപ്പുണ്ട്. BJPയോട് അവർക്ക് എന്ത് വെറുപ്പുണ്ടോ അതിനേക്കാൾ വെറുപ്പുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോടുണ്ട്. അത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടൊരു മാറ്റമാണ്. തിരുവനന്തപുരത്തിനാണ് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് ശക്തമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേക സമുദായം മുഴുവൻ BJPക്കാരാണ്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. കേരളത്തിൽ ആകമാനം അതിൻ്റെ ഒരു സ്വാധീനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു വർഗീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, വർഗീയമല്ല BJPയുടെ മുദ്രാവാക്യം, വികസനമാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പ്രത്യയ ശാസ്ത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ കൂടുതൽ കഷ്ടതയിലേക്കും ദുരവസ്ഥയിലേക്കും ക്ഷേമത്തിന് പകരം ക്ഷാമത്തിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. BJP ആണ് രാജ്യത്തെ ആൾക്കാരെ ക്ഷേമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. വികസനത്തിൻ്റെ പന്താവുകളിലൂടെ പുതിയ തലമുറയുടെ ആസ്പിറേഷൻസിൻ്റെ മലയാളം വാക്ക് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല, അത് പറഞ്ഞോളൂ. ആ ആസ്പിറേഷൻസിലൂടെ അവരുടെ ആഗ്രഹങ്ങളും ആശകളും, അതെ, ആ ആസ്പിറേഷൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. 2047 ഒരു വികസിത ഭാരതമാണ് വരുന്നതെങ്കിൽ അമേരിക്കയിലും കാനഡയിലും പോയി തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവിടെ കഴിയുകയും തങ്ങൾ ഇവിടെ കടന്ന് മരിക്കുകയും അതിൻ്റെ ലൈവ് ബ്രോഡ്കാസ്റ്റ് വേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാമെന്നുള്ള വിചാരധാര ഈ രാജ്യത്തെ പാവപ്പെട്ടവരിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഈ മക്കളെ വിദേശത്തേക്ക് അയക്കുന്നവർ പണമില്ലാത്തത് കൊണ്ടാണ് വിദേശത്തേക്ക് അവരെ അയക്കുന്നത്, നിവൃത്തിയില്ലാത്തതുകൊണ്ട്. ചെന്നതിന് ശേഷമാണ് അവർ വലിയ പണക്കാരാവുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മധ്യ തിരുവിതാംകൂറിലാണെങ്കിലും കേരളത്തിലാകമാനമാണെങ്കിലും അമേരിക്കയിലും ഗൾഫിലും പോയ കുട്ടികൾ അവിടെ തന്നെ തങ്ങുകയും എന്തെങ്കിലും ഒരു അസുഖമോ വാർദ്ധക്യ സഹജമായ അസുഖമോ മരണമോ തന്നെ വന്നാലും അവർ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഇല്ലാത്തതുമായിട്ടുള്ള റെഡ് ക്രോസ് സംസ്കാരത്തിലേക്ക്, ഹോം നഴ്സ് സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി മറിഞ്ഞിരിക്കുക. ഇതിലൊട്ടും സന്തുഷ്ടരല്ല. ഇവിടെ വാർദ്ധക്യത്തിലെത്തിയവരുടെ എണ്ണം നല്ല ഒരു ശതമാനമുണ്ട്, അവർക്കും വോട്ടുണ്ട്. പിന്നെ യുവാക്കളുടെ ഒരു ആസ്പിറേഷൻ, അവർക്ക് കേരളത്തിൽ തന്നെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്നുണ്ട്. അതിനുള്ള അന്തരീക്ഷമില്ല, വ്യവസായമില്ല. ഇതൊക്കെ വരണമെങ്കിൽ BJP വരണം, NDA വരണം എന്നുള്ളൊരു വിചാരം, ഒരു മാറ്റം വേണം. ആ വിചാരവും ഉള്ള ആൾക്കാരെ ഉദ്ദീപിപ്പിക്കാൻ, ആവേശം കൊള്ളിക്കാൻ BJPയുടെ സ്ഥാനാർത്ഥിത്വം സഹായിക്കും പ്രത്യേകം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, ഈ സാറ് പറഞ്ഞ 43% ഹിന്ദു വോട്ട്, അങ്ങ് പറഞ്ഞതിലൊരു ചെറിയ കണക്കിലൊരു പിശകുണ്ട്. 45% മുസ്ലിം വോട്ട് അവിടെ ഉള്ളത്, ഒരു 12% ക്രിസ്ത്യൻ വോട്ട്. ഒരു ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അങ്ങനെയാണ്. ഇതിപ്പം പുതിയ ഡിലിമിറ്റേഷൻ വരുമ്പോൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ BJP അവിടെ കൃത്യമായിട്ട് BJPയുടെ വോട്ട് പിടിച്ചാൽ LDF തോൽക്കും എന്നൊരു കാര്യം അങ്ങ് ആദ്യമേ പറഞ്ഞു. അതിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്താണ്? ഹിന്ദുക്കളുടെ അവിടെ പ്രബലമായിട്ടുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ ഈഴ വിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും അധികം ചതിച്ചിരിക്കുന്നത് തങ്ങളെയാണെന്നൊരു തോന്നൽ. വെള്ളാപ്പള്ളി നടൻ അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേട്ട് ഈഴവർ വിശ്വസിക്കുക എന്നുള്ളതല്ല, മറിച്ചാണ്. ആ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസമാണ് വെള്ളാപ്പള്ളി അന്ന് അവിടെ നിലമ്പൂരിൽ പോയി പറഞ്ഞത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വികാരമാണ് പറഞ്ഞത്. അതായത് എല്ലാ പ്രീണനവും മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഒരു സ്കൂൾ പോലും ഞങ്ങളുടേതായിട്ടില്ല, വലിയ പിന്നാക്കാവസ്ഥയാണ്. അങ്ങനെയൊക്കെ പറയുന്ന സ്കൂളുകളേ ഉള്ളൂ, ബസ്സുകൾ അങ്ങനെയുള്ളതാണ്. അവരുടേതായിട്ടൊരു ഫുട് പ്രിൻ്റ് അവിടെ ഇല്ല. 20% വരുന്ന ജനസംഖ്യയിൽ ഭൂരിപക്ഷമായിട്ടും തങ്ങൾ അവഗണിക്കപ്പെടുന്നു. 20% 45% ഭൂരിപക്ഷവും തങ്ങളായിട്ടും തങ്ങൾക്ക് അവിടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നില്ല ശരിയാമണ്ണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമല്ല, ഒരു വിഷമം അവർക്കുണ്ട്. പ്രതിഷേധമെന്ന് ഞാൻ പറയുന്നില്ല. ആ വിഷമം റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത് BJPയിൽ കൂടിയാണ്, പ്രത്യേകിച്ചും ആ ഭാഗത്ത് BDJSൽ കൂടിയാണ്. അതുകൊണ്ടാണ് BDJS അവിടെ മത്സരിച്ചപ്പോൾ വൻപിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പെർസെൻറ്റേജ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും.
അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ BDJSന് കഴിയുന്ന ഒരു മണ്ഡലവുമാണ്. അപ്പോൾ BDJSൻ്റെ ഒരു യോഗം കൂടിയപ്പോൾ തീരുമാനം 2 വിധത്തിലാണ്. തീരുമാനം വന്നിട്ടില്ല, അഭിപ്രായം 2 വിധത്തിലാണ്, വേണോ വേണ്ടയോ, ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ളതിൽ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ഗൗരവമായിട്ട് BJP എടുത്തു കഴിഞ്ഞാൽ LDFനെ അവർക്ക് അവിടെ തീർച്ചയായിട്ടും തുരത്താൻ പറ്റും. സ്വരാജിനെ ആയതുകൊണ്ട് തന്നെ അവർ മത്സരിക്കണം. കാരണം BJPയെ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ചാട്ടുളികൾ കൊണ്ട് ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുള്ള വ്യക്തിയും കൂടിയാണ്. സ്വരാജിനെ തീർച്ചയായിട്ടും BJP വിചാരിച്ചാൽ, കോൺഗ്രസ് വിചാരിച്ചാൽ പറ്റില്ല, പക്ഷേ BJP വിചാരിച്ചാൽ പൊട്ടിക്കാൻ പറ്റും. BJP ജയിക്കുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനെ അവിടെ ജയിപ്പിക്കാൻ സാധിക്കും, സംശയമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.